പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞത നിർഭരരായിരിക്കുവിൻ. നമ്മളായിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കോട്ടെ, മറ്റുള്ളവരെ പോലെ അത്ര ഉയരാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും, ഇല്ലായ്മകളിലാണ് ജീവിതമെങ്കിലും ഈശോ നമ്മളോട് പറയുന്നു, ഏതവസ്ഥയിലും ദൈവത്തോട് കൃതജ്ഞതയുള്ള വ്യക്തിയായിരിക്കുക. ഇല്ലാത്തതിനെ ഓർത്ത് പരാതിപ്പെടാതെ ഉള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളെയും സമാധാനം ഭരിക്കുന്നത്. ചെറിയ കാര്യങ്ങളെ ഓർത്ത് പോലും പരാതി പറയുന്നവരുടെ അവസ്ഥ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അവർക്ക് ഒരിക്കലും സമാധാനത്തിലായിരിക്കുവാൻ സാധിക്കുകയില്ല. നന്ദിയോടെയാണ് ഒരു കുടിലിൽ നമ്മൾ താമസിക്കുന്നതെങ്കിൽ ആ ഇല്ലായ്മയിലും കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കും. ഈ സമാധാനം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെയും ഒരുക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.